രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ PFI ഭീകരൻ കീഴടങ്ങി. എറണാകുളം സ്വദേശി TA അയ്യൂബാണ് കീഴടങ്ങിയത്. PFIയുടെ പ്രധാന ആയുധ പരിശീലകനാണ് ഇയാൾ. ഇന്നലെ കൊച്ചി NIA കോടതിയിലാണ് കീഴടങ്ങൽ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ജിജീഷ് കരുണാകരനിലേക്ക്. ജിജീഷ്, വളരെ സുപ്രധാനമായ വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ NIAയുടെ പിടിയിലായ PFI ഭീകരൻ, ഇവിടെ സ്ലീപ്പർ സെല്ലുകളൊന്നും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയായി മാറുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ ജിജീഷ്? രാഗി, അശ്വതി, ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റവും പ്രധാന PFI കേസിലെ ഏറ്റവും സുപ്രധാനമായ ഒരു അറസ്റ്റ് തന്നെ നടന്നിരിക്കുന്നു. പ്രതി കീഴടങ്ങുകയായിരുന്നു ഇന്നലെ. കാരണം ഇയാൾക്കായി വലിയ തോതിൽ അന്വേഷണം നടത്തുകയാണ്. ഇതിനിടയിൽ 7 ലക്ഷം രൂപ ഇയാളെ കണ്ടെത്തുന്ന ആളുകൾക്ക് NIA പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ PFI നിരോധനത്തിന് ശേഷം നിരോധനവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിൽ തുടർന്ന് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകനായ പാലക്കാട് RSS പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്ത് രാജ്യവിരുദ്ധ പ്രവർത്തനം ഒപ്പം തന്നെ കൊലപാതകവും അടക്കമുള്ള കുറ്റങ്ങളിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തി വന്നിരുന്നത്. ഈ കേസിലെ ഏറ്റവും മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അയ്യൂബ്. കീഴടങ്ങിയിട്ടുള്ള അയ്യൂബിനായി അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ്. മാത്രമല്ല, ഈ അയ്യൂബുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ കൂടി അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. NIA വ്യക്തമാക്കുന്നത് അനുസരിച്ച് എടവനക്കാട് ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയപ്പോൾ ഹൈന്ദവ നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തിരുന്നു. അതായത് കൊലപ്പെടുത്തേണ്ടവരുടെ, ആക്രമിക്കേണ്ടവരുടെ എന്നിവരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കുന്നതിന് PFI ഭീകരവാദികൾക്ക് പ്രത്യേക തന്നെ വിങ്ങുകൾ ഉണ്ടായിരുന്നു, വിവിധ വിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിന് റിപ്പോർട്ടേഴ്സ് വിങ് എന്നടക്കമുള്ള പേരുകളിൽ വിങ്ങുകൾ പ്രവർത്തിച്ചിരുന്നു. ആ വിങ്ങുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി തന്നെ ആളുകൾക്ക് ചുമതലകൾ നൽകിയിരുന്നു. അങ്ങനെ ആളുകളെ ആക്രമിക്കുന്നതിന് വേണ്ടിയും ജീവാപായം വരുത്തുന്നതിനുമെല്ലാം തന്നെയുള്ള ഒരു ആസൂത്രണം നടത്തിയിരുന്നു. അങ്ങനെ ആസൂത്രണത്തിൽ പങ്കാളിയായ ആളാണ് ഈ അയ്യൂബ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഈ എടവനക്കാടുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി എന്നും NIA വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ആയുധ പരിശീലകനാണ്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ PFIയുടെ മുഖ്യ ആയുധ പരിശീലകരിൽ ഒരാളാണ് ഈ അയ്യൂബ്. അവിടെ നിരവധി ആളുകൾക്ക് ആയുധ പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. എതിരാളികളെ, തങ്ങളുടെ വർഗീയ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന സംഘടനകളിലുള്ള ആളുകളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പലർക്കും ആയുധ പരിശീലനം നൽകിയിരുന്നു. അങ്ങനെ ആയുധ പരിശീലനം നൽകുന്നതിന് നേതൃത്വം നൽകിയ ഒരാളാണ് ഈ അയ്യൂബ് എന്ന വിവരം കൂടി NIA വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകി. ഒപ്പം തന്നെ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു വിവിധ ഭാഗങ്ങളിൽ. അതായത് മംഗലാപുരത്തും ഒപ്പം തന്നെ തമിഴ്നാട്ടിലുമെല്ലാം ഒളിവിൽ കഴിഞ്ഞിരുന്നതായാണ് സംശയം. അതിനിടയിലാണ് വലിയ തോതിൽ അന്വേഷണ സംഘം തനിക്കായി വലവിരിച്ചു എന്ന് വ്യക്തമാക്കിയതോടുകൂടിയാണ് ഇയാൾ കീഴടങ്ങിയിട്ടുള്ളത്. ഈ കേസിലാകെ 71 പ്രതികളാണുള്ളത്. അതിൽ ഭൂരിഭാഗം പ്രതികളും പിടിയിലായിട്ടുണ്ട്, വിവിധ ഘട്ടങ്ങളിലായി പിടിയിലായിട്ടുണ്ട്. ചില ആളുകൾ പിന്നീട് കീഴടങ്ങുകയായിരുന്നു. നേരത്തെ 2022 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചതിന് പിന്നാലെ വലിയ രാജ്യവ്യാപക റെയ്ഡുകൾ നടത്തിയിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി. ആ റെയ്ഡിൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന നിരവധി ലഘുലേഖകളടക്കം, ഒപ്പം തന്നെ അത്തരം പ്രവർത്തനങ്ങൾ തെളിയിക്കുന്ന നിരവധി വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടായിരുന്നു പിന്നീട് അന്വേഷണം നടന്നത്. ഇതിനിടയിൽ തന്നെയാണ് RSS പ്രവർത്തകനായ ശ്രീനിവാസനെ അരിങ്കൊല ചെയ്തതും കൃത്യമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു മതഭീകരവാദികൾ ഈ കൊടും ക്രൂരത നടത്തുകയും ചെയ്തത്. തുടർന്ന് അതും ഒപ്പം തന്നെ രാജ്യവിരുദ്ധ കേസുകളും ഒരുമിച്ച് ഒറ്റ കേസായി രജിസ്റ്റർ ചെയ്തായിരുന്നു NIA മുന്നോട്ട് പോയിരുന്നത്. ആ കേസ് കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ അയ്യൂബിന്റെ അറസ്റ്റ് നടന്നിട്ടുള്ളത്. ജിജീഷ, അതോടൊപ്പം തന്നെ മുഖ്യ ആയുധ പരിശീലകനാണ് ഈ അയ്യൂബ്. അതുകൊണ്ട് തന്നെ ഈ നിരവധി പേരിലേക്ക് ഈ ഒരു അന്വേഷണം നീളാൻ, അല്ലെങ്കിൽ പല വമ്പന്മാരെയും ഇതിലേക്ക് കൊണ്ടുവരാൻ, മുഖ്യ ഭീകരരെ ഈ വിഷയത്തിൽ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഈ അറസ്റ്റ് വളരെ നിർണായകമായി മാറുകയില്ലേ? രാഖി, ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകളിലേക്ക്, കാരണം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയിലേക്കാണ്. അടുത്തയാഴ്ച ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ അപേക്ഷ നൽകുമെന്നാണ്, കസ്റ്റഡി അപേക്ഷ കൊച്ചി പ്രത്യേക NIA കോടതിയിൽ നൽകുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം NIA വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ ഇയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ആളുകളെ കേന്ദ്രീകരിച്ച് ഇതേ രീതിയിൽ
ആയുധ പരിശീലനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഈ റിപ്പോർട്ടേഴ്സ് വിങ് അടക്കമുള്ള പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ആക്രമിക്കപ്പെടേണ്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നു. ആ ഹിറ്റ് ലിസ്റ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി വേറൊരു പ്രത്യേകമായി തന്നെയുള്ള വിങ് പ്രവർത്തിക്കുന്നു. അങ്ങനെയെല്ലാമായിരുന്നു ഈ PFI ഭീകരവാദികൾ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരെല്ലാമാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്? ഈ ഗൂഢാലോചനയിൽ ശ്രീനിവാസൻ വധക്കേസിൽ അടക്കമുള്ള ഗൂഢാലോചനയിൽ കൂടുതൽ PFI നേതാക്കളുടെയും ഒപ്പം തന്നെ അത് മറ്റ് താഴെ തട്ടിലുള്ള മറ്റ് ഭീകരവാദികളുടെയും പങ്കാളിത്തം എങ്ങനെയാണ്, അവർ എവിടെയെല്ലാം ഒളിവിൽ കഴിയുന്നുണ്ട്, ഇപ്പോഴും എവിടെയാണ് കഴിയുന്നതെന്ന് അടക്കമുള്ള വിവരങ്ങൾ ഒരുപക്ഷെ ഇയാളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി, അയ്യൂബിനെ ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ NIAക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ, കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2022 മുതൽ വിശദമായി തന്നെ NIA PFI ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടന്നിരുന്നു. തുടർന്ന് PFIയുടെ ആസ്ഥാനങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് ലഘുലേഖകളടക്കം നിരവധി കാര്യങ്ങൾ കണ്ടെടുത്തത്, നിരവധി തെളിവുകൾ കണ്ടെടുത്തിരുന്നു. മാത്രമല്ല ഈ പരിശോധനയിൽ ആയുധങ്ങൾ ലഭ്യമായിരുന്നു. ഈ PFIയുടെ ആയുധ പരിശീലകരുടെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ നിരവധി മാരകായുധങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതിൽ രക്തക്കറകളടക്കം കണ്ടതായ സംശയത്തിൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്കടക്കം ഈ ആയുധങ്ങൾ NIA കൈമാറുകയും ചെയ്തു. അങ്ങനെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ ആളുകൾ, മറ്റു ചില കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായ ആളുകൾ, അവരെ കേന്ദ്രീകരിച്ചെല്ലാം തന്നെയാണ് ഇപ്പോൾ NIA അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ അയ്യൂബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നേരിട്ട് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതിനുശേഷം NIA കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റ് അങ്ങനെ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ജിജീഷ് പങ്കുവച്ചത്.